പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ടം മൈതാനത്ത് നടക്കുന്ന പരിപാടിയിൽ അമൃത് ഭാരത് ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫും വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും മോദി നിർവഹിക്കും. കേരളത്തിലുള്ള അതിവേഗ റെയിൽ പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നുള്ളതാണ് കാത്തിരിപ്പ്. ഔദ്യോഗിക പരിപാടിക്ക് ശേഷം പുത്തരിക്കണ്ടം മൈതാനത്ത് തന്നെ നടക്കുന്ന സമ്മേളനത്തിൽ മോദി BJP പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിച്ച ശേഷമുള്ള മോദിയുടെ ആദ്യ സന്ദർശനത്തോടെ BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും ഔദ്യോഗികമായിട്ടുള്ള തുടക്കമാവുകയാണ്. വിമാനത്താവളത്തിൽ നിന്ന് പുത്തരിക്കണ്ടം മൈതാനത്തേക്കുള്ള മോദിയുടെ യാത്ര അതൊരു വലിയ റോഡ് ഷോ ആക്കി മാറ്റാനാണ് BJPയുടെ തീരുമാനം. ഞങ്ങളുടെ പ്രതിനിധികൾ ഡാൻ കുര്യൻ, VV വിനോദ്, രഞ്ജിത്ത് രാമചന്ദ്രൻ, സാരംഗ് സുധാകരൻ ചേരുകയാണ് വിവിധ ഇടങ്ങളിൽ നിന്ന്. ആദ്യം ഞാൻ പോകുന്നു ഡാൻ കുര്യനിലേക്ക്. ഡാൻ, എപ്പോഴാണ് മോദി ലാൻഡ് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നത്? ഇനി അവിടെ നിന്ന് ആ ടെക്നിക്കൽ ഏരിയയിൽ നിന്ന് അവിടെ വിമാനമിറങ്ങി അവിടെ നിന്നുള്ള റോഡ് ഷോ, പുത്തരിക്കണ്ട മൈതാനം വരെയുള്ള യാത്ര, അത് ഏത് വിധത്തിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ ടെക്നിക്കൽ ഏരിയയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വഹിച്ചുകൊണ്ടുള്ള ഹെലികോപ്റ്റർ ഏതാണ്ട് 10:15 എത്തും എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. 10:15 അദ്ദേഹം ഔദ്യോഗികമായ സ്വീകരണം അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട വ്യക്തികളുടെ നേതൃത്വത്തിൽ നൽകും. അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അടക്കം ടെക്നിക്കൽ ഏരിയയിലേക്ക് അല്പസമയത്തിനകം എത്തിച്ചേരും. അതിനുശേഷം 10:15 ഈ 10:20 ഈ റോഡ് ഷോ ഇവിടെ നിന്ന് ആരംഭിക്കുക. ഏതാണ്ട് ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ 45 മിനിറ്റോ സമയം റോഡ് ഷോയ്ക്ക് വേണ്ടിവരുമെന്നാണ് നിലവിലെ കണക്കുകൂട്ടൽ. അങ്ങനെയെങ്കിൽ 11 മണിയോടെ പുത്തരിക്കണ്ടം മൈതാനിയിൽ ഈ ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുന്ന വേദിയിലേക്ക് എത്തുന്ന തരത്തിലാണ് റോഡ് ഷോ ക്രമീകരിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ പൂർത്തിയായിരിക്കുന്നു. പോലീസ് വിന്യാസം കംപ്ലീറ്റ് ആയിരിക്കുന്നു. നിലവിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, പുത്തരിക്കണ്ടം ഉൾക്കൊള്ളുന്ന പുത്തരിക്കണ്ടം മൈതാനം ഉൾക്കൊള്ളുന്ന ഈ പ്രധാനപ്പെട്ട ചടങ്ങുകൾ നടക്കുന്ന മേഖലയുടെ 2 കിലോമീറ്റർ ചുറ്റളവും ഈ വിമാനത്താവളത്തിന്റെ ടെക്നിക്കൽ ഏരിയയുടെ 2 കിലോമീറ്റർ ചുറ്റളവും ടെമ്പററി റെഡ് സോണായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് ഇവിടെ ഒരു തരത്തിലും ഈ കൃത്യമായ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലല്ലാതെ ഒരു തരത്തിലും ആളുകൾ കൂട്ടം കൂടി നിൽക്കാനോ അതല്ലാതെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനോ ഒന്നും അനുവാദമുണ്ടായിരിക്കില്ല. അതോടൊപ്പം ലേസർ ബീം ലൈറ്റുകൾ അടക്കം ഒരു ലൈറ്റുകളും അനുവദിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രധാനമായും ഈ പട്ടം അല്ലെങ്കിൽ ഡ്രോണ്, ബലൂണ് ഇതൊന്നും മുകളിലേക്ക് ഉയർത്താൻ പാടില്ല. 2 കിലോമീറ്റർ പരിധിയിൽ അത്രയും വലിയ സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. വലിയ തരത്തിലുള്ള പരിശോധനകൾ 2 ദിവസമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുൻപൊക്കെ മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാനായി ടെക്നിക്കൽ ഏരിയയുടെ സമീപത്തായിരുന്നു നിന്നുകൊണ്ടിരുന്നത്. അതായത് പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്റർ വരുന്ന ദൃശ്യങ്ങളടക്കം പകർത്തുന്നതിനായി വാഹന വ്യൂഹം കടന്നു പോകുന്നതിന്റെ സുഗമമായ ദൃശ്യങ്ങൾ ലഭിക്കുന്നതിനായി ടെക്നിക്കൽ ഏരിയയ്ക്ക് സമീപത്താണ് നിന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ അവിടെ നിന്നൊക്കെ ഏറെ മാറ്റി അതുകൊണ്ട് ഒരു 200 മീറ്റർ കൂടി മാറ്റിയതിനു ശേഷമാണ് മാധ്യമങ്ങൾക്ക് നിൽക്കാനുള്ള സ്ഥലം പോലീസ് ക്രമീകരിച്ചിരിക്കുന്നത്. അതായത് അത്രമാത്രം വലിയ സുരക്ഷ ഇതിനു മുമ്പൊന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്തെത്തിയപ്പോൾ ഉണ്ടായിരുന്നില്ല ഇത്രയധികം സുരക്ഷാ ക്രമീകരണങ്ങൾ. അത്തരത്തിലാണ് ഈ ക്രമീകരണങ്ങൾ ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തെ സ്വീകരിക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമാനത്താവളത്തിൽ സ്വീകരിക്കാനായി ടെക്നിക്കൽ ഏരിയയിൽ സ്വീകരിക്കാനായി മേയർ VV രാജേഷ് ഇവിടേക്ക് എത്തില്ല. കാരണം അദ്ദേഹത്തിന് പുത്തരിക്കണ്ടത്ത് നടക്കുന്ന പരിപാടിയിൽ കോർപ്പറേഷന്റെ വികസന രേഖ അതുകൂടി പ്രകാശനം ചെയ്യുന്നത് പ്രധാനമന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ ഈ 2 ചടങ്ങുകളിൽ ഒരേ സമയം പങ്കെടുക്കുന്നതിലുള്ള അതായത് ഇവിടെ നിന്ന് ഇത്രയും ദൂരം പിന്നിട്ട് പുത്തരിക്കണ്ടത്തേക്ക് എത്തുന്നതിനുള്ള പരിമിതിയാണ് മേയർ VV രാജേഷ് ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്ന വേദിയിൽ ഉണ്ടായിരിക്കേണ്ടതിന്റെ അനിവാര്യത കൂടി കണക്കിലെടുത്ത് അദ്ദേഹം ഈ വിമാനത്താവളത്തിൽ ടെക്നിക്കൽ ഏരിയയിൽ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ എത്തിയേക്കില്ല എന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. എന്തായാലും മറ്റ് പ്രമുഖരെല്ലാവരും ചീഫ് സെക്രട്ടറിയും അതോടൊപ്പം ഉദ്യോഗസ്ഥ തലത്തിലുള്ള പ്രമുഖർ DGP ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ, മറ്റ് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനായി അല്പസമയത്തിനകം വിമാനത്താവളത്തിന്റെ ടെക്നിക്കൽ ഏരിയയിലേക്ക് എത്തും. മറ്റ് ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയായിരിക്കുന്നു. രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ തുടരുന്ന ഗതാഗത നിയന്ത്രണമടക്കം നഗരത്തിൽ ഉണ്ട്. നമുക്കറിയാം പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നു പോകുന്നത് എയർപോർട്ട്, അതുവഴി ചാക്ക, ജനറൽ ആശുപത്രി, സ്റ്റാച്യു, പഴവങ്ങാടി, പാളയം, ഈഞ്ചക്കൽ, ശ്രീകണ്ഠേശ്വരം പാർക്ക്, പവർ ഹൗസ് റോഡ് ഈ ഭാഗങ്ങളിലൊക്കെ ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചിരിക്കുകയാണ്. അത്തരത്തിലാണ് ഈ ക്രമീകരണങ്ങൾ സജ്ജമാക്കിയിരിക്കുന്നത്. അതായത്
വലിയ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ തന്നെ വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. പാർക്കിംഗ് ഈ ഭാഗങ്ങളിൽ എവിടെയും അനുവദിക്കുന്നില്ല. ഈ 45 മിനിറ്റ് നേരം നീളുന്ന റോഡ് ഷോ കൃത്യമായി വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നടുവിലാകും. വിമാനത്താവളത്തിൻ്റെ ടെക്നിക്കൽ ഏരിയയിൽ നിന്ന് ആരംഭിച്ച് അവിടെ നിന്ന് പുറത്തേക്കിറങ്ങി പിന്നീട് ഞാൻ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട വഴികളിലൂടെ ചാക്കപ്പാലം, ജനറൽ ആശുപത്രി, പേട്ട സ്റ്റാച്യു വഴി അത് നഗരത്തിലെ ഹൃദയഭാഗത്തേക്ക് എത്തുക. പുത്തരിക്കണ്ടം മൈതാനം വരെ നീളുന്ന ഈ റോഡ് ഷോയിൽ ആയിരക്കണക്കിന് പ്രവർത്തകർ പ്രധാനമന്ത്രിയെ വരവേൽക്കുന്നതിനായി റോഡിന് ഇരുവശങ്ങളിലും എത്തും. അവർക്ക് നിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബാരിക്കേഡുകൾ അടക്കം സ്ഥാപിച്ചുകൊണ്ടാണ് ക്രമീകരണങ്ങൾ സജ്ജമാക്കിയിരിക്കുന്നത്. എന്തായാലും ഏതാണ്ട് 45 മിനിറ്റ് ഈ റോഡ് ഷോ നീണ്ടുപോയേക്കാം. അതാണ് പരമാവധി ടൈം. അതിനകത്ത് അദ്ദേഹത്തിന് പുത്തരിക്കണ്ടത്തേക്ക് എത്തണം. അങ്ങനെ 2 മണിക്കൂർ സമയമാണ് അദ്ദേഹം തലസ്ഥാനത്ത് ചെലവഴിക്കുക എന്നാണ് ഒടുവിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന. 2 മണിക്കൂർ ചെലവഴിച്ച് 12:30 ഇവിടെ നിന്ന് തിരികെ മടങ്ങുന്ന തരത്തിലാണ് ക്രമീകരണങ്ങൾ. ഏതായാലും നിലവിൽ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ഏതാണ്ട് 1 മണിക്കൂറിനകം പ്രധാനമന്ത്രിയെ വഹിച്ചുകൊണ്ടുള്ള വിമാനം ടെക്നിക്കൽ ഏരിയയിലേക്ക് എത്തിച്ചേരും. ആ കാത്തിരിപ്പാണ് ഇനി. അതുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ പൂർണ്ണമായി സജ്ജമായിരിക്കുന്നു. 10:15 തന്നെ അദ്ദേഹം ഔദ്യോഗികമായ സ്വീകരണം ടെക്നിക്കൽ ഏരിയയിൽ ഏറ്റുവാങ്ങിയ ശേഷം അവിടെ നിന്ന് പുറത്തേക്കിറങ്ങി റോഡ് ഷോയായി പിന്നീട് പുത്തരിക്കണ്ടം മൈതാനിയിലേക്ക് പോകുന്ന തരത്തിലാണ് ക്രമീകരണങ്ങൾ. ഡാൻ, ഈ റോഡ് ഷോ എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ്? അതിൽ ഈ പ്രവർത്തകരൊക്കെ ഇതിനോടകം തന്നെ റോഡുകളുടെ വശങ്ങളിലേക്കൊക്കെ എത്തി തുടങ്ങിയോ? കാരണം എത്തുക എന്ന് തന്നെ വലിയ പ്രശ്നമാണ്. കാരണം ഗതാഗത നിയന്ത്രണമുണ്ട്. അപ്പോൾ പ്രധാന ക്രോസിംഗ് ആയിട്ടുള്ള ചാക്ക അവിടേക്ക് ഉൾപ്പെടെ തടഞ്ഞുള്ള ഗതാഗത നിയന്ത്രണമാണല്ലോ. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മുൻപൊന്നും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഇത്തവണ ഒരുക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ റോഡ് ഷോയിൽ വലിയ ജനപങ്കാളിത്ത സാധ്യത അത് മുൻകൂട്ടി കാണുന്നില്ലേ? തീർച്ചയായിട്ടും വലിയ ചൂടുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ ആ സമയമാകുമ്പോഴേക്കും എത്തുകയുള്ളായിരിക്കും. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പല വശങ്ങളിലുണ്ട്. അവരൊക്കെ കൂട്ടമായി പല സ്ഥലങ്ങളിലായി ഉണ്ട്. ഈ സ്ഥലത്ത്, നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് ഉദ്യോഗസ്ഥർ വലിയ തരത്തിൽ സുരക്ഷാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ഇവിടെ പൊതുജനങ്ങളടക്കം കൂടുതൽ ആളുകൾ ഈ ഭാഗത്തേക്ക് എത്തിയിട്ടില്ല. ഇവിടെ മാധ്യമങ്ങൾക്ക് മാത്രമായിട്ടാണ് ഇങ്ങനെ ഒരു ക്രമീകരണം സജ്ജമാക്കിയിരിക്കുന്നത്. പിന്നീട് ഉദ്യോഗസ്ഥർ മാത്രമാണ് ഉള്ളത്. ഏതാണ്ട് ഒരു അരമണിക്കൂറിനകത്ത് ഈ പ്രധാനമന്ത്രി സ്വീകരിക്കാനുള്ള ഉദ്യോഗസ്ഥ പ്രമുഖരടക്കമുള്ളവർ അല്പസമയത്തിനകം ഈ വീതിയിലൂടെ ഈ ടെക്നിക്കൽ ഏരിയയിലേക്ക് എത്തും. അവിടെ നിന്ന് അദ്ദേഹം 10:15 തന്നെ, ആ സമയത്തിൽ മാറ്റമില്ല, 10:15 തന്നെ അദ്ദേഹം ഇവിടെ എത്തും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെയെങ്കിൽ അതിനുശേഷം കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.